എവറസ്റ്റ് കൊടുമുടി കയറുക എന്നത് അത്യന്തം അപകടം നിറഞ്ഞ ഒന്നാണ്. പ്രവചിക്കാൻ പറ്റാത്ത കാലാവസ്ഥയും ഭൂപ്രകൃതിയുമാണ് പ്രധാന വില്ലൻ. ഡെത്ത് സോൺ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് നിരവധി മൃതദേഹ ഭാഗങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എവറസ്റ്റ് കൊടുമുടി കയറുക എന്നതുതന്നെ ഏറെ അപകടങ്ങൾ നിറഞ്ഞ ഒന്നാണ്. അതിന്റെ അങ്ങേയറ്റത്തെ പാരിസ്ഥിതിക സാഹചര്യങ്ങളും ശാരീരിക ആവശ്യങ്ങളും കാരണം കാര്യമായ അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഉയർന്ന ഉയരം ഓക്സിജന്റെ അളവ് കുറയുന്നതിലേക്ക് നയിക്കുന്നു. ഇത് ഹൈപ്പോക്സിയ, ക്ഷീണം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രവചനാതീതമായ കാലാവസ്ഥാ പാറ്റേണുകളും മൊത്തത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുമ്പോൾ അതിശൈത്യമായ താപനില മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകും. 8000 മീറ്ററിന് മുകളിലുള്ള ഡെത്ത് സോൺ പ്രത്യേകിച്ച് അപകടകരമാണ്. കാരണം ഇവിടെ സപ്ലിമെന്റൽ ഓക്സിജൻ ഇല്ലാതെ ശരീരത്തിന് ദീർഘനേരം നിൽക്കാൻ കഴിയില്ല. ഇത് ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്ലൈംബിംഗ് ഗിയറിലും ഷെർപ്പകളുടെ പിന്തുണയിലും പുരോഗതി ഉണ്ടായിട്ടും ക്ഷീണം, വീഴ്ച, എക്സ്പോഷർ, പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കാരണം മരണങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ തുടരുകയാണ്. കൊടുമുടിക്ക് സമീപമുള്ള റെയിൻബോ വാലി എന്നറിയപ്പെടുന്ന പ്രദേശം പർവ്വതത്തിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ഭയാനകമായ ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുന്ന പർവ്വതാരോഹകരുടെ മൃതദേഹങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ഘടകങ്ങൾ പർവ്വതത്തിന്റെ ഭീമാകാരമായ വെല്ലുവിളികളോടുള്ള സമഗ്രമായ തയ്യാറെടുപ്പ്, പൊരുത്തപ്പെടൽ, ആദരവ് എന്നിവയുടെ പ്രാധാന്യവും അടിവരയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.